മസാല ഷവായ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ റെസിപ്പി ഇഷ്ടാവേ. ഇത് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒതൻറ്റിക് റെസിപ്പി അല്ല, പക്ഷേ നമ്മൾ നോർമലി അവർ ഗ്രില്ല് ചെയ്തിട്ടൊക്കെയല്ലേ തരാറ്. പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതേ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. തയ്യാറാക്കി എടുക്കാൻ വേണ്ടി നമ്മളിവിടെ എടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. ഞാനിവിടെ 25 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കളറും ഉണ്ടാവും, അധികം എരിവും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ നെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് കുതിർത്തിയിട്ട് എടുക്കണേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കുതിർന്ന് വന്നോളും. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് 1 കപ്പ് വെള്ളമാണ് കേട്ടോ, നോർമൽ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് രണ്ടും കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ. ഇനി നമുക്കിത് കുറച്ച് ടൈം ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും തന്നെ നന്നായിട്ട് കുതിർന്നിട്ട് കിട്ടുക. അപ്പോഴേക്ക് ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് നമുക്ക് സെറ്റാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ചിക്കന് നല്ലപോലെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം 1.25 കിലോനുണ്ട്. 1 കിലോനും 250 ഗ്രാമുമാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഉള്ളത്. അപ്പോൾ അതിലേക്കുള്ള മസാലയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രത്തോളം അളവില്ല നമ്മൾ എടുക്കുന്ന ചിക്കൻ എന്ന് വെച്ചാൽ അതിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വരിഞ്ഞു കൊടുക്കണേ. അതിന് ശേഷം ഒരു കത്തിയുടെ ഈ ഒരു ഷാർപ്പുള്ള ഭാഗം യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതുപോലെ ഫുള്ളായിട്ടുള്ള ചിക്കൻ വെച്ച് തന്നെ ചെയ്തെടുക്കാൻ ഒട്ടും നിർബന്ധമില്ല കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു കടയിലൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. കാലിൻ്റെ സൈഡൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. പീസായിട്ടുള്ള ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ സ്കിന്ന് വെച്ചിട്ടുള്ള ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. ഞാൻ ആ ഒരു സ്കിന്ന് വെച്ച് ചെയ്തെടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. നമുക്ക് നോർമലി അങ്ങനെയാണ് കിട്ടാറുള്ളത്. ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലെ കുത്തി കൊടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പിടിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ചിക്കൻ എല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്ന് ചെയ്ത് മാറ്റി വെക്കണേ. ഇപ്പോൾ ഈ മുളകൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചിട്ട് എടുക്കണം, പേസ്റ്റാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ വെള്ളത്തോടും കൂടിയിട്ടും ആ ഒരു വിനാഗിരിയോടും കൂടിയിട്ട് തന്നെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഈ ഒരു അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനുള്ളാണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ചും കൂടെ കാര്യങ്ങളൊന്ന് പൊടിച്ചിട്ട് എടുക്കാനുണ്ട് കേട്ടോ, പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 15ഓളം ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 15 വെളുത്തുള്ളിയും അത്യാവശ്യം വലുപ്പമുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഒരു തക്കാളി കേട്ടോ, ഫുള്ളായിട്ടുള്ളൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു പിടീൻ്റെ അടുത്ത് കണ്ടിട്ട് മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ അങ്ങ് അരച്ചെടുത്ത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് വരാം. അപ്പോൾ അതാ പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അരപ്പിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് അങ്ങ് എല്ലാം ഇട്ട് കൊടുക്കണേ. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്, അതങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ്, ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് ഉപ്പ് എടുത്തിട്ടുണ്ട്. അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി പുളിയോ ഉപ്പോ അങ്ങനെ എന്തെങ്കിലും എരിവോ ഒക്കെ കമ്മി ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഈ ടൈമിൽ. അങ്ങനെ എന്തെങ്കിലും കമ്മിയായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ എരിവ് കമ്മിയാണെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമ്മൾ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ഞാൻ ചിക്കൻ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത്രയും ചെയ്തെടുത്താൽ മതി.
ചിക്കൻ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആ മസാല ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും കോട്ട് ചെയ്ത് പിടിക്കുന്ന രീതിയിൽ മസാല അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് നമ്മളെ നന്നായിട്ട് ആ ഒരു മസാല ചിക്കനിൽ പിടിക്കുകയുള്ളൂ. ഇനി കയ്യിൽ കവർ എന്തെങ്കിലും ഇട്ടിട്ട് അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ചില ആളുകൾക്ക് ചിലപ്പം കൈ ഇങ്ങനെ ഒരു എരിവ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ചുട്ടി പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ കവറിട്ട് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. മസാല നന്നായിട്ട് കോട്ട് ചെയ്ത് പിടിപ്പിക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കോട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചധികം ടൈം നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെ ആകുമ്പോൾ ആ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുള്ളേ. അപ്പം ഞാനിവിടെ ഒരു 4 മണിക്കൂറോളം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നൈറ്റിലേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചാൽ രാവിലെ തന്നെ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിലേക്കോ അങ്ങനെ വെച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് പിടിക്കും കേട്ടോ. അതിപ്പോൾ ഞാൻ ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. പിറ്റേ ദിവസമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നല്ലതാണ്. നമുക്ക് പിറ്റേന്ന് ഉണ്ടാക്കാൻ തലേ ദിവസം തന്നെ ഇങ്ങനെ റെഡിയാക്കി വെച്ചാലും മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല പോലെ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കും. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിവിടെ പിറ്റേ ദിവസമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കൂളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി അതിൻ്റെ ആ ഒരു ക്ലീൻ റാപ്പൊക്കെ ഒന്ന് അങ്ങ് ഒഴിവാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതെങ്ങനെയാണ് ഇനി കുക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് കുക്കറിൽ വേവിച്ചിട്ട് എടുക്കണം കേട്ടോ. ചിക്കനൊക്കെ നല്ല പോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ചിക്കൻ അങ്ങ് എടുത്തിട്ട് അതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ആ മസാലയും കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. മസാല ഫുള്ളായിട്ട് അതിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ ചിക്കൻ തന്നെ വെള്ളം തള്ളിയിട്ട് വരും. പിന്നെ മസാലയിലും കുറച്ചൊക്കെ ലൂസായിട്ടാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. മസാലയൊക്കെ സൈഡിലേക്കൊക്കെ ഇട്ട് കൊടുക്കുക. അതേപോലെ ചിക്കൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഒന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. അടച്ച് വെച്ചിട്ട് നമുക്ക് ആദ്യം 2 വിസിൽ അടിച്ചതിന് ശേഷം ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയിട്ട് ഒരു 4 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കംപ്ലീറ്റ് എയർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്താൽ മതിയേ. ഇപ്പോൾ അതാ 2 വിസിലും അടിച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 4 മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് വെക്കാം. ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് എയറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ല, ഇന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇങ്ങനെ തള്ളി വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ, അതുപോലെ വെള്ളമൊക്കെ തള്ളി. എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. കാലൊക്കെ ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട്. ചിക്കൻ കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റൗവിൽ ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിൽ വെച്ചിട്ട് ചെയ്തെടുക്കണേ. വെളിച്ചെണ്ണയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിട്ട് നിൽക്കും. ഇനി അത് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് നമുക്ക് ചിക്കൻ ഇതുപോലെ അങ്ങ് പതുക്കെ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. തിരിച്ചും മറിച്ചൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. താഴ്ഭാഗം ഏകദേശം ഒന്ന് സെറ്റായി വന്നു, ഇങ്ങനെ ഫ്രൈ ആയിട്ട് വന്നു എന്ന് കണ്ടാൽ നമുക്ക് പതുക്കെ ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ സൈഡും കൂടെ ഒന്നങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുക്കണേ. ഒരു മീഡിയത്തിൻ്റെ ഹൈൻ്റെ ഇടയിൽ വെച്ചാൽ മതി ഫ്ലെയിം. ഞാൻ ഭാഗം കൂടി ഒന്ന് ആയി വരട്ടെ കേട്ടോ. ചിക്കൻ ഒന്നങ്ങ് ഫ്രൈ ആയിട്ട് വന്നു എന്ന് തോന്നാം. താഴ്ഭാഗം ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നു തോന്നിയാൽ നമുക്ക് അതിൽ നിന്ന് പതുക്കെ അങ്ങ് കോഴിയിട്ട് എടുക്കാം. പതുക്കെ ഇതുപോലെ ഒരു സ്പൂൺ എന്ത് യൂസ് ചെയ്തിട്ട് എടുത്താൽ മതി. അതോ ഉണ്ടല്ലേ, നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ ഒരു സൺഫ്ലവർ ഓയിലിലേക്ക് തന്നെ നമ്മൾ എടുത്ത ആ ഒരു മസാല ഉണ്ടല്ലോ, ചിക്കൻ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാല, അത് അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു മസാല നന്നായിട്ടൊന്ന് കുറുകിയിട്ട് വരണം. അതുവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ആ ഒരു മസാല ഷവായ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു മസാലയും കൂടി കൂട്ടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയിട്ടെടുക്കുക. ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ ഇട്ടാൽ മതി. എന്നിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കി അത് കുറുക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് ഏകദേശമൊക്കെ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അതിൻ്റെ ആ ഒരു ഓയിലൊക്കെ ഇങ്ങനെ തള്ളി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ ഒന്നങ്ങ് കുറുകിയിട്ട് വരട്ടെ. കുറച്ചും കൂടെ ഒന്നും കൂടെ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഇതാ മസാലയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ കുറുക്കിയിട്ട് എടുക്കണേ. അല്ലേ, ഇതുപോലെ ഒട്ടും വെള്ളമില്ലാണ്ട് ആ എണ്ണയൊക്കെ തള്ളി ഇതുപോലെ നിൽക്കുന്ന രീതി തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ അങ്ങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ആ ഒരു മസാലയൊക്കെ ആ ചിക്കൻ്റെ മുകളിൽ ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ സംഭവം. ആ ഒരു മസാല ഉണ്ടാക്കി കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ ഇന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഇതുപോലെ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പെട്ടെന്ന് ഇതുപോലെ സെറ്റാക്കി എടുക്കാം കേട്ടോ.
അപ്പോൾ അതാ നമ്മുടെ ഷവായ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ ചെയ്തെടുക്കാൻ, വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ സെർവ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതുപോലുള്ളൊരു ട്രേ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ട്രേ തന്നെ എടുക്കുക. അതിലേക്ക് നമുക്ക് ഈ ഒരു മസാല ഇതുപോലെ ഒന്നങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ അങ്ങ് വെച്ച് കൊടുക്കാം. കുറച്ച് ഉള്ളിയും അതുപോലെ ചെറുനാരങ്ങയുടെ പീസൊക്കെ വെച്ച് ഞാനൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, പൊതിയുടെ ഇടയിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷവായ, മസാല ഷവായ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ആ ഒരു രീതിയിലാണ് കേട്ടോ. അല്ലാണ്ട് ഒറിജിനൽ ആയിട്ടുള്ള രീതിയല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് വീട്ടിലും കൂടി ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ഉണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.